ഹലോ, അപ്പോൾ ഇന്ന് നമുക്ക് സദ്യ സ്റ്റൈലിൽ നല്ല അടിപൊളി ഒരു മധുര പച്ചടിയുടെ റെസിപ്പി കാണാം. അപ്പോൾ അതിനായിട്ട് ഇതേ ഒരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കണം. അപ്പോൾ പകുതി പൈനാപ്പിൾ ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി മാറ്റി വെച്ചേക്കുന്നത് അതിൻ്റെ ജ്യൂസ് നമുക്ക് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇതാ ഒരു മുറി തേങ്ങ ചിരകിയതും അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ജീരകവും കൂടെ ചേർത്തിട്ട് നല്ല പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇനി നമുക്കിതാ പൈനാപ്പിൾ ഇതേപോലെ ഒരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഈ പൈനാപ്പിൾ അരച്ച ജ്യൂസാണ്, അതും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. പിന്നെ അതാ ഒരു ഏത്തപ്പഴം കട്ട് ചെയ്തതാണ്, അതും ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതേപോലെ ഒരു 3-4 പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. അത് ചേർത്തതിന് ശേഷം നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് നമുക്ക് വേവിച്ചെടുക്കണം. ഇനി നമുക്കിതിലേക്ക് മധുരത്തിനാവശ്യമായിട്ട് കുറച്ച് ശർക്കര ചിരവിയതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ചെറിയ കഷ്ണം ശർക്കരയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ അത് ഇതിലേക്ക് നമുക്കൊന്ന് ചിരകിയത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ ശർക്കരയും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വീണ്ടും മിക്സ് ചെയ്ത് വെക്കണം. എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഒന്നുകൂടെ നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം. കുറച്ച് നേരം കൂടെ ഇതിരുന്നൊന്ന് വെന്ത് വരണം. അപ്പോൾ ഇനി നമുക്ക് നമ്മൾ മുമ്പ് തയ്യാറാക്കി വെച്ച തേങ്ങയുടെ അരപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ പച്ചക്കടുക് ചതച്ചതാണ്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതും ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി ലാസ്റ്റാണ് നമുക്ക് തൈര് ചേർക്കേണ്ടത്. അപ്പോൾ നമ്മുടെ പുളി അനുസരിച്ചിട്ട് തൈരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് കടുക് താളിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തീയൊക്കെ ഓഫ് ചെയ്തു. ഇനി അതിലേക്ക് കുറച്ച് കടുകും കറിവേപ്പിലയും വറ്റൽമുളകും ഒക്കെ കൂടെ താളിച്ചതാണ് ചേർക്കുന്നത്. പിന്നെ ഏറ്റവും അവസാനം കുറച്ച് കറുത്ത മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മധുര പച്ചടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ